നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം ഉത്തരം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഉത്തരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാധാരണ സുഖജീവികളായിരിക്കും. സൗന്ദര്യവും സൗഭാഗ്യവും ഇവരെ അനുഗ്രഹിക്കുന്നു. സ്വഭാവശുദ്ധിയിലും സാത്വികമായ ആഹാരചര്യകളിലും ഇവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് പ്രത്യേകത ഉള്ളവർ ആയിരിക്കും. ഈ നാളുകാർ പെട്ടെന്ന് ക്ഷുഭിതരാകുമെങ്കിലും ഇവർ തികച്ചും ശുദ്ധഹൃദയരാണ്. ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ള കഴിവ് ഇവരിൽ വളരെ ചുരുങ്ങുമെന്നേ ഉള്ളൂ. ഇവർക്ക് കോപമുണ്ടായാൽ വീണ്ടും വിചാരം കൂടാതെ എന്തും കാട്ടിക്കൂടുവാൻ മടിക്കുകയില്ല ഇവർ. കാരണം ഇവർക്ക് ദേഷ്യമുണ്ടായാൽ അത് മക്കളായാലും അതല്ല ഭാര്യയായാലും ആര് തന്നെ ആയാലും ഇവർക്ക് ദേഷ്യം പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നതല്ല. അതുമാത്രമേ ഇവരിലുള്ളൊരു കുഴപ്പമുള്ളൂ. അതേ കണക്ക് തന്നെ ഇവർക്ക് ഇതായിട്ടുള്ള രഹസ്യം. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർ പറയുന്നു ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇന്നൊരാളുടെ പറയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിവർ പറഞ്ഞിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ രഹസ്യം സൂക്ഷിക്കുവാനുള്ള കഴിവ് ഇവർക്ക് ശേഷം ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഈ നാളുകാർ ഭാരിച്ച ചുമതലകൾ വഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. എപ്പോഴും ഇവരെ ഒരു പ്രസന്നന്മാരായി കാണാവുന്നതൊക്കെ ആയിരിക്കും. സഹൃദയത്വവും കലാകുശലതയൊക്കെ ഇവർക്കുള്ള സവിശേഷതകളായിരിക്കും. പിന്നെ പൊതുകാര്യ ജീവിതത്തിൽ ശോഭിക്കുന്നവരാണ്. അതുകൊണ്ട് മുതലെടുക്കാനും ഇവർ സമർത്ഥന്മാരൊക്കെയാണ്. പൊതുകാര്യം നടത്തി ഇവരെടുക്കുന്ന ലാഭത്തിന് ഒരു വിശേഷതയൊക്കെയുണ്ട്. സ്വന്തം നിലയിൽ കാര്യനഷ്ടം ഒന്നാമതായും ആവശ്യമില്ലാത്ത ശത്രുത്വം സമ്പാദിക്കുക എന്നത് രണ്ടാമതായുമുള്ളൊരു കാര്യമാണ്. അതേകണക്ക് തന്നെ ഇവർക്ക് വളരെ സ്നേഹമുള്ളവരാണ്. സ്നേഹമുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് നമ്മൾ അടുത്തിടപഴകി കഴിഞ്ഞാൽ ഇവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇവർ എന്തും തരുമെന്നുള്ളതാണ്. ഇവരെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കുന്നുള്ളതാണ്. എങ്കിൽ തന്നെയും ഇവർ നല്ല രീതിയിൽ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിലൊക്കെ ഇവർ നല്ല രീതിയിൽ കാഴ്ചവെക്കുന്നവരൊക്കെ ആയിരിക്കും. ധാരാളം അനുയായികളും അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിരിക്കും. ഇവരുടെ ജീവിതം ഏതാണ്ട് 32 വയസ്സുവരെ മിക്കവാറും ഒരു ഇരുളടഞ്ഞതായിരിക്കും. ഈ 38 വയസ്സിന് ശേഷം ശരിയായ ജീവിതത്തിലോട്ട് വളരെ ഉയരങ്ങളിലോട്ട് എത്തുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 32 വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സാമ്പത്തികപരമായിട്ടും എങ്കിലും വളരെയധികം ജീവിതത്തിൽ ഇച്ചിരി കഷ്ടപ്പാടൊക്കെ സഹിച്ച് അതിൽ നിന്നും സ്റ്റെപ്പായിട്ട് കയറി ജീവിതത്തിൻ്റെ ആ ഒരു ഉയർച്ചയിലേക്ക് എത്തുന്നതായിരിക്കും. അതേകണക്ക് തന്നെ ഇവർക്ക് പണത്തെ അപേക്ഷിച്ച് പ്രതാപവും സൽകീർത്തിയും ബഹുജന സമ്മതിയൊക്കെയാണ് ഇവരുടേതായിട്ട് ഏറ്റവും വലിയൊരു കാര്യം. ചില നക്ഷത്രക്കാർ പറയും 10 കാശ് ഒപ്പിച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമല്ല. ഇവർക്ക് നല്ല നിലയിൽ നല്ല അഭിമാനത്തോടുകൂടി ജീവിക്കണമെന്നുള്ളതൊക്കെ ഇവർക്ക് തന്നെ ഇച്ചിരി കൂടിയിരിക്കും. പിന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ നമ്മൾ ഏതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയൊക്കെ ഇവർ ഏർപ്പാട് ചെയ്താലും ആ ജോലിയൊക്കെ വളരെ ഭംഗിയോടുകൂടി ചെയ്തു തീർക്കാനൊക്കെ ഇവർ വളരെ ഉത്സാഹശീലരൊക്കെ ആയിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ഈ പറഞ്ഞ ലക്ഷണങ്ങളായിരിക്കും. ഈ ഇത്തിരി ദേഷ്യ കൂടുതലൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിരിക്കും. എങ്കിലും നല്ല രീതിയിൽ ഇവർക്ക് ഭർത്താവിനെയൊക്കെ നല്ല രീതിയിൽ സ്നേഹിക്കുവാനും മക്കളെയൊക്കെ നല്ല രീതിയിൽ സ്നേഹിക്കുവാനൊക്കെ ഇവർക്ക് സാധിക്കുന്നതൊക്കെ ആയിരിക്കും. എങ്കിലും തന്നെ മക്കളോടൊക്കെ ഇവരെ വീണ്ടും വിചാരം ഇല്ലാതെ ദേഷ്യം വരുമ്പോൾ എന്തും വിളിച്ച് പറയുകയൊക്കെ ചെയ്യുമെങ്കിലും ശരി തന്നെ ഇവരുടേതായിട്ടുള്ള മക്കളെയൊക്കെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇവരെ ജീവിത രീതിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമെങ്കിലും അതൊന്നും നടക്കുന്നൊരു കാര്യവും അല്ല താനും. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നക്ഷത്രത്തിൽ പല നക്ഷത്രമാണല്ലോ നമുക്കുണ്ടാകുന്ന. മക്കൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താവിനാണെങ്കിലും ഒക്കെ പല പല നക്ഷത്രക്കാരും അതിൻ്റേതായ സ്വഭാവ രീതികളൊക്കെ കാണിച്ചെന്നിരിക്കും. എങ്കിൽ പോലും ഇവർക്ക് ഇവരുടേതായ രീതിയിൽ അല്ലെങ്കിൽ ഭർത്താവ് ഞാൻ പറയുന്ന രീതിയിൽ പോകണം അല്ലെങ്കിൽ മക്കൾ ഞാൻ പറയുന്ന രീതിയിൽ പോകണമെന്നൊക്കെ ചില ഒരു ശാഠ്യ ബുദ്ധിയൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടിരിക്കും. അതൊക്കെ ഒന്ന് മാറ്റുന്നതൊക്കെ നല്ലതായിരിക്കും. ഇത്തിരി പിടിവാശിയൊക്കെ അങ്ങോട്ട് കുറയ്ക്കുക, അതൊക്കെ നല്ലത്. ജീവിതത്തിൽ തന്നെ വളരെ നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും. എങ്കിൽ പോലും നല്ല രീതിയിൽ നല്ല സാമ്പത്തികപരമായിട്ടൊക്കെ ഉയർച്ചയിലൊക്കെ പോകാനുമൊക്കെ സാധിക്കുന്നൊരു നക്ഷത്രം തന്നെയാണ്.
പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവരുടെ ദശ അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ദശാസമയം, നല്ല സമയവും പറയുമല്ലോ, ഇത്തിരി മോശപ്പെട്ട സമയങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ആ മോശപ്പെട്ട സമയത്തിലൊക്കെ നല്ല രീതിയിൽ ഞാനീ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഓരോ കർമ്മങ്ങളൊക്കെ, പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മോശപ്പെട്ട സമയം യാതൊരു കുഴപ്പമില്ലാതെ നല്ല രീതിയിലൊക്കെ പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇവരുടേതായിട്ടുള്ള ദശാനാഥൻ എന്ന് പറയുന്നത് ആദിത്യദശയാണ്. അപ്പോൾ ആദിത്യദശയിലാണ് ജനനം. തുടർന്ന് ചന്ദ്രനാണ്, അതിനുശേഷം ചൊവ്വ, പിന്നെ രാഹു, വ്യാഴം, ശനി, ബുധൻ. ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ കണക്ക് മോശപ്പെട്ടതായിട്ടുള്ള സമയമെന്ന് പറയുന്നത് കുജൻ, വ്യാഴം, ബുധൻ. ഈ ദശകളിൽ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ആണ്. അപ്പോൾ ഈ ദശ എത്ര വർഷക്കാലം നിലനിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് നിങ്ങളെന്ത് ചെയ്യുക, ഒരു പേനെടുത്ത് എഴുതി വയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കുന്ന ഇപ്പോൾ ദശ ഇന്ന സമയമാണ്, അല്ലെങ്കിൽ ശനിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ട് അതിന് വേണ്ടുന്നുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് പറയാം. ആ ദശ എന്ന് പറയുമ്പോൾ ആദിത്യനാണ്. അപ്പോൾ ആദിത്യൻ ഒരു 3 വർഷക്കാലം ആദിത്യനും, അത് കഴിഞ്ഞിട്ട് ചന്ദ്രൻ ഒരു 10 വർഷക്കാലം ചന്ദ്രനും, പിന്നെ ചൊവ്വ ഒരു 7 വർഷക്കാലവും, രാഹു ഒരു 18 വർഷക്കാലവും, അതിനുശേഷം വ്യാഴം 16 വർഷക്കാലം വ്യാഴം, പിന്നെ ശനി 19 വർഷക്കാലം, പിന്നെ ബുധൻ 17 വർഷക്കാലം. ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജനനം എപ്പോഴും ആദിത്യ ദശയിലായതിനാൽ ചെയ്യേണ്ടുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിത്യവും ആദിത്യ പ്രാർത്ഥനയോട് അല്പസമയം വെയിലേൽക്കുന്നത് വളരെ നല്ലതാണ്. പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തര ആദിത്യഭാഗത്തിൽ ജനിച്ചവർക്ക് രാശ്യാധിപനും സൂര്യനായതിനാൽ ആദിത്യഭജനം വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കുജനും ആ വ്യാഴവും ആ ബുധനും സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിത്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതേപോലെ ശിവക്ഷേത്ര ദർശനം, ഈ സമയങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവഭജനം നല്ലതാണ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, നിത്യേനയുള്ള ഭാഗവത പാരായണം എന്നിവ നടത്തുന്നത് വളരെ നല്ലതാണ്. ഭാഗവത പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സമയദോഷങ്ങളെല്ലാം തന്നെ മാറുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ മന്ത്രം കൂടെ പറഞ്ഞു തരാം. ഈ മന്ത്രവും കൂടെ നിങ്ങൾ നിത്യവും ചെല്ലാൻ ശ്രമിക്കുക. ഒരു 101 രൂപ ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുന്നതായിരിക്കും. സമയമൊക്കെ നല്ല രീതിയിൽ, സമയം അനുകൂലമായാലും പ്രതികൂലമായാലും പോലും ശരി തന്നെ ഈ മന്ത്രമൊക്കെ ചെല്ലേണ്ടുന്നതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ പറയാം. നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് പകനാണ്. ഓം പകപ്രണേതർഭഗസത്യോ രാധോ ഭഗേ മാം ധീമുത്വാദ് തന്ന പകപ്രണോ ജനഗോ ഗോവിരീശ്വർ ഭഗപുണ്യപുണ്യവതയസ്യാം ഓം പകായ നമഃ എന്ന രീതിയിൽ മന്ത്രവും കൂടെ ചെല്ലുക. നിങ്ങളെ നക്ഷത്ര മൃഗം എന്ന് പറയുന്നത് ഒട്ടകമാണ്. വൃക്ഷം എന്നുള്ളത് ഇത്തിയാണ്. ഗണം മാനുഷഗണമാണ്. യോനി പുരുഷം. പക്ഷി കാക്കയാണ്. ഭൂതം അഗ്നിയാണ്. അപ്പോൾ പക്ഷിയൊക്കെ എന്ന് പറയുന്നത് കാക്കയാണ്. കാക്കയ്ക്കൊക്കെ ഇത്തിരി ആഹാരം കൊടുക്കാനൊക്കെ പറ്റുന്നതാണ്, നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങളും അതേ കണക്കിന് ദൈവാനുഗ്രഹമൊക്കെ ഉള്ളൊരു നക്ഷത്രമാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല ഉയർച്ചയും സാമ്പത്തികവും എല്ലാം ഉണ്ടാവട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.